പല സീസണുകളിലും ഈ വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ രാത്രിയൊക്കെ ആകുമ്പോൾ ക്യാപ്റ്റന്മാരൊരു മീറ്റിംഗ് വിളിക്കാറുണ്ട്, പിറ്റന്നത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട്. ഈ സീസണിൽ നമ്മൾ അങ്ങനെ ഒന്നും ഇതുവരെ കണ്ടിട്ടേ ഇല്ല. മിക്ക സീസണുകളിലും ഡൈനിങ് ടേബിളിന് ചുറ്റിനും എല്ലാവരും കൂടെ ഇരുന്ന് ഡിസ്കഷൻസ് ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഈ സീസണിൽ ലാലേട്ടൻ 70 ദിവസം ആറായപ്പോഴാണ് പറഞ്ഞത്, 60 ദിവസം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇനിയെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളത്. അത് ചെയ്യാനായിട്ട് ഇന്ന് നമ്മുടെ നമ്മുടെ സാബു ഒന്ന് ശ്രമിച്ചു. അതൊരു 10 മിനിറ്റ് കൊണ്ട് തന്നെ പൊളിച്ച് കൈ കൊടുത്തു കേട്ടോ അനീഷ്. അതായത് അനീഷിൻ്റെ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, അനീഷ് റേഡിയോ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കും, വേറെ ആരെയും പറയാൻ സമ്മതിക്കില്ല. ഇവിടെ സാബു ആണ് ക്യാപ്റ്റൻ. സാബു വളരെ മാന്യമായിട്ടാണ് കേട്ടോ ഡീൽ ചെയ്തത്. അപ്പോൾ അനീഷിന് ആദ്യത്തെ ഓപ്പർച്യൂണിറ്റി കിട്ടി, അനീഷ് അങ്ങ് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ സാബു പറയാണ്, കുറേ അവസരം കൊടുത്തു കേട്ടോ. അപ്പോൾ ഇടയിൽ ആര്യൻ ഇടപെടുന്നുണ്ട്, അക്ബർ, നമ്മുടെ ആദില, ഇവരൊക്കെ ഇടപെടാൻ പോയപ്പോൾ സാബു പറഞ്ഞ് പുള്ളി ആദ്യം പറയട്ടെ. അപ്പം ഒരു ടൈം കഴിഞ്ഞിട്ട് അനീഷ് നിർത്തുന്നില്ല, റേഡിയോ പോലെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ട് പോവാണ്. അപ്പോൾ സാബു പറഞ്ഞ് ഇനി ചേട്ടൻ നിർത്ത്, ബാക്കിയുള്ളവർക്കും നമുക്ക് അവസരം കൊടുക്കാം, എല്ലാവരും പറയട്ടെ, ചേട്ടൻ നിർത്ത്, ആദ്യം നമുക്കിത് ഓരോന്നായിട്ട് തീർക്കാം. ഒരു വിധത്തിൽ നിർത്തൂല. അവസാനം ഒരു രക്ഷയുമില്ല എന്ന് കണ്ടിട്ട് ഷാനവാസ് എണീറ്റ് പോകുന്നു, അക്ബർ എണീറ്റ് പോകുന്നു, ആര്യൻ എണീറ്റ് പോകുന്നു. അത് കഴിഞ്ഞ് ആദിലയും നൂറയും അതുപോലെ അനുമോളും ഒക്കെ വന്നിട്ട് അനീഷേട്ടാ ഇരി എന്ന് പറഞ്ഞിട്ട് ഇരുത്താൻ ശ്രമിക്കുന്നു. ഒരു നിവർത്തിയും ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നിവർത്തിയും ഇല്ല. അത്രയ്ക്ക് വെറുപ്പിക്കലാണ്. അനീഷ് ഇന്നിപ്പോൾ ടാസ്ക് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടേ, അതെല്ലാം അംഗീകരിക്കുന്നു. പക്ഷെ അനീഷിൻ്റെ ഈ ഒരു കാര്യം ഉണ്ടല്ലോ, സഹിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നവരെ സമ്മതിച്ചു കൊടുക്കണം. അത്രയ്ക്ക് വെറുപ്പിക്കലാണ്. വെറുപ്പിക്കലിൻ്റെ അങ്ങേയറ്റമാണ്. ഇല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു ക്യാപ്റ്റൻ ഇനിഷ്യേറ്റീവ് എടുത്ത് അയാൾ ഒരു പക്ഷപാതവും ഇല്ലാതെ അവിടെ നിൽക്കുന്ന ഒരു ക്യാപ്റ്റനായിട്ടാണ് എനിക്ക് സാബുവിനെ തോന്നിയത്. ഇപ്പോൾ അക്ബറോ അനുമോളോ ഷാനവാസോ വേറെ ആരാണെങ്കിലും നമുക്ക് പിന്നെയും അത് വേറെ രീതിയിലൊക്കെ ചിന്തിക്കാം. ഇവിടെ സാബു എന്ന് പറയുന്നത് നിരുപദ്രവകാരിയായിട്ടുള്ള ഒരാളാണ്. ആ പയ്യൻ പറഞ്ഞിട്ട് പോലും അനീഷ് അടങ്ങുന്നില്ല എന്ന് പറയുന്നത് മനഃപൂർവ്വമാണെന്നേ. അത് കുളമാക്കണം. ഞാൻ എൻ്റെ തല എൻ്റെ ഫിഗർ, ആ ഒരു സരോജ് കുമാർ ലൈനാണ്. എൻ്റെ കണ്ടന്റ് പോയാൽ മതി, ഞാൻ പറയുന്നത് പോയാൽ മതി. അനീഷിന് വെപ്രാളമാണ്. അനീഷിൻ്റെ ഭാഗത്ത് കുറച്ച് ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ. എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളിൽ അനീഷിന് പേടിയുണ്ട് പുറത്ത് നെഗറ്റീവ് ആവുമെന്ന്. ഒരു കാര്യം എന്ന് പറയുന്നത്, രാവിലത്തെ മോർണിംഗ് ടാസ്കിൽ അനീഷിന് ടാസ്ക് മനസ്സിലാക്കാതെയാണ് പറഞ്ഞത്. ഞാൻ രാവിലത്തെ വീഡിയോ ഇട്ടപ്പോൾ ഞാനത് സ്കിപ്പ് ചെയ്തിട്ടാണ് പറഞ്ഞത്. കാരണം മനുഷ്യ സഹജമായ മിസ്റ്റേക്സ് ആണ് അനീഷിന് രാവിലെ പറ്റിയത്. അതൊന്നും നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അനീഷ് വന്ന് പറഞ്ഞത്, ഈ മൈക്ക് ശരീരത്തിൽ ഓരോരുത്തരുടെയും ദേഹത്തുള്ള മൈക്ക് അവരുടെ ദേഹത്ത് നിന്ന് ഇളക്കി മാറ്റാൻ പറ്റാത്ത വിധത്തിൽ ഘടിപ്പിക്കുന്ന സൂപ്പർ പവർ തനിക്ക് കിട്ടുമെന്നാണ്. അത് അനീഷ് പറഞ്ഞ രീതി അത് പ്രോപ്പറായിട്ടുള്ള ഒരു രീതിയിലല്ല പറഞ്ഞത്. ബിഗ് ബോസ് ഇടപെട്ടിട്ട് പറഞ്ഞ അനീഷ് ഇതല്ല ടാസ്ക്, പ്രോപ്പറായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ടും അനീഷ് അത് തന്നെ ചെയ്തു. ബിഗ് ബോസ് പറഞ്ഞിട്ടും മാറ്റാൻ തയ്യാറായില്ല. അപ്പോൾ അത് ആ സമയത്ത് തന്നെ അവിടെ ഓൾറെഡി ഒരു ഡിസ്കഷനൊക്കെ നടന്ന വിഷയമാണ്. അതിന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാനായിട്ട് ഈ ഒരു അവസരം അനീഷ് ഉപയോഗിച്ചു. അതിനുശേഷം ഈ മറ്റേ പാവയുടെ പാർട്സ് പിടിച്ചെടുക്കുമ്പോൾ അതിനകത്തേക്ക് തല അനീഷ് ഇട്ട് വരെ പിടിച്ചെടുത്തു എന്ന രീതിയിൽ അവിടെ ഒരു സംസാരം വന്നു. ബിഗ് ബോസും വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷ് ഇങ്ങനെ ചെയ്യരുത് എന്നുള്ള കാര്യം. അവിടെ പലരും അത് ചെയ്തു കേട്ടോ. അനീഷ് ചെയ്തിട്ടുണ്ട്, മുമ്പിൽ നിന്ന് അനുമോളോ ഒക്കെ, മുമ്പിൽ നിന്ന് എല്ലാവരും ഒക്കെ മാക്സിമം കൈ ഉള്ളിലേക്ക് ഇട്ട് പിടിച്ചെടുക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് വളരെ വിസിബിൾ ആയിരുന്നു. പക്ഷെ അനീഷിന് ഇത് നെഗറ്റീവായിട്ട് പുറത്തു പോകുമോ എന്നൊരു പേടി. അതുകൊണ്ട് ക്ലാരിഫിക്കേഷൻ കൊടുക്കാനായിട്ട് അനീഷ് ഈ ഒരു അവസരം ഉപയോഗിച്ചു. എന്നാൽ ഇത് ഉപയോഗിക്കുന്നതിന് ഒരു രീതി ഉണ്ടല്ലോ. നമ്മൾ എണീറ്റ് നിന്ന് മാന്യമായിട്ട് നമുക്ക് പറയാനുള്ളത് പറഞ്ഞിട്ടിരിക്കണം, മറ്റുള്ളവർക്ക് അവസരം കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇവിടെ അതിന് സമ്മതിക്കൂല. മൂപ്പര് തന്നെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കണം, ബാക്കിയുള്ളവരൊക്കെ വെറും പഴന്മാരായിട്ട് കേട്ടോണ്ടിരിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കേൾക്കുമോ? ബിഗ് ബോസ് പോലെ ഒരു സ്ഥലത്ത്, അതും ഇത് ക്യാപ്റ്റന്റെ താല്പര്യം എടുത്ത് വിളിക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. അപ്പോൾ അവിടെ ഏകപക്ഷീയമായിട്ട് ഒരാൾ കൈയടക്കി അയാൾ തന്നെ മുഴുവൻ കാര്യങ്ങളും പറയുന്നു, ബാക്കിയുള്ളവരെ പറയാൻ അനുവദിക്കുന്നില്ല എന്ന് വരുമ്പോൾ വേറെ ആരും അത് അംഗീകരിക്കില്ല. എല്ലാവരും എണീറ്റ് പോയി. അപ്പോൾ ആ ഒരു പരിപാടി ചീറ്റിപ്പോയി. അതായത് വളരെ ക്രിയേറ്റീവായിട്ട് കൊണ്ടുവന്നൊരു സംഭവം. ഈ സീസണിൽ തന്നെ ആദ്യമായിട്ട് നടക്കാൻ പോയൊരു മീറ്റിംഗ് അനീഷിൻ്റെ സ്വാർത്ഥത കാരണം ഇല്ലാതായി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് അനീഷിൻ്റെ ഭാഗത്തുണ്ടാകുന്ന ഒരു മിസ്റ്റേക്ക്. അനീഷിൻ്റെ എല്ലാം കണ്ടൻറ്റാണ്. അപ്പോൾ അനീഷ് ഓഡിയൻസിനെ മനസ്സിലാക്കി തന്നെയാണ് ഗെയിം കളിക്കുന്നത്. പുറത്ത് തൻ്റെ ഒരു നെഗറ്റീവും പോകരുത്, തൻ്റെ ഭാഗങ്ങൾ എപ്പോഴും ക്ലിയർ ആയിരിക്കണം, ക്യാമറ സ്പേസ് മാക്സിമം തനിക്ക് വരണം. ഇതാണ് അനീഷിൻ്റെ ഒരു ഇൻറ്റൻഷൻ. ഗെയിമിൽ അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ അതിനൊരു വെറുപ്പിക്കൽ ലെവലിലോട്ട് പോകാതെ ഒരു ലിമിറ്റിനായാലേ അത് കൊള്ളാവൂ. ഇവിടെ അനീഷ് പലപ്പോഴും, ഇന്ന് ഞാൻ പറയില്ല, ഇന്ന് അനീഷ് ടാസ്ക് കളിച്ചൊക്കെ വ്യക്തിപരമായി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിരുന്നു. ഞാനത് പറയുകയും ചെയ്തിരുന്നു. അനീഷിൻ്റെ ആ ഒരു ഷാനവാസിന് അത് കയ്യിൽ കൊടുത്ത രീതി ആയിക്കോട്ടെ, ആദിലയുമായിട്ട് ഡീലുണ്ടാക്കിയതൊക്കെ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പക്ഷേ ഇതുപോലുള്ള പ്രവൃത്തികൾ കാരണം നമുക്കതങ്ങ് പൂർണ്ണമായിട്ടും അനീഷിൻ്റെ ഗെയിമിനെ ആസ്വദിക്കാൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.